സോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ തപ്പി നടന്നൊരു കാര്യമാണ് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഫ്രീ സോഫ്റ്റ്വെയർ കിട്ടും. മെയിൻ ഇഷ്യൂ ഇസ് ദാറ്റ് ഇതെല്ലാം പെയ്ഡാണ്. എൻ്റെ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിന് എല്ലാത്തിനായിട്ടും പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. ആൻഡ് ഞാൻ എപ്പോഴും ഫ്രീ സ്റ്റഫ് ഉണ്ടോ എന്ന് നോക്കും. കൈൻഡ് ഓഫ് മൈ നേച്ചർ, എന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അങ്ങനെ കുറേ പഠിച്ചിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ കിട്ടുന്ന റിസോഴ്സസ് വെച്ചിട്ടാണ് ഞാൻ മിക്ക കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കുന്നത്, കഴിഞ്ഞിട്ട് പെയ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനകത്തോട്ട് പോകത്തുള്ളൂ. സോ അങ്ങനെ തപ്പിപ്പോയപ്പോഴത്തേനും റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു വെബ്സൈറ്റ് ഉണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാമെന്ന് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇസ് FX Replay. FX Replayയുടെ ട്രയൽ വേർഷൻ ഉണ്ട്, അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് പെയ്ഡാണ്. സോ പിന്നെ ഞാൻ അധികം ബാക്ക് ടെസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ കേസിൽ ഞാൻ അധികം ബാക്ക് ടെസ്റ്റ് ചെയ്യാറില്ല. ലൈവ് മാർക്കറ്റിൽ ഫോർവേഡ് ടെസ്റ്റ് ആണ് ഞാൻ ചെയ്യാറ്. സോ ഇന്ന് തന്നെ നടക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് എടുക്കുക, പഠിക്കുക, അതിൽ നിന്ന് റിഫൈൻ ചെയ്യുക, നല്ല ട്രേഡ്സ് ഇറങ്ങി അതെടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ബാക്ക് ടെസ്റ്റിംഗ് എനിക്ക് അധികം ശീലമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ സൺഡേസ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ആകുന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. സോ ഞാൻ തപ്പി നടന്നൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. സോ ഐ റിയലി ഫൗണ്ട് വൺ. ഇതിനകത്തൊരു പ്രത്യേകതകളുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എനി സോഫ്റ്റ്വെയർ. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളോടെയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. അതുകൂട്ടത്തിൽ ഇത് ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സോളോ ആയിട്ട് ഇതിനകത്ത് ട്രേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാം. കോമ്പീറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന വെച്ചാൽ ആര് വിൻ ചെയ്യും, ആര് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന ബേസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ട്രേഡേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അത് ഇറ്റ്സ് ലൈക്ക് എൻ്ററിങ് ഇൻ ടു ഗെയിം. ആര് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആര് കൂടുതൽ വിൻസ് എടുക്കുന്നു എന്നല്ല, ആര് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അവർക്ക് ഒരു ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും. അങ്ങനെ ഈ ക്രെഡിറ്റ് പോയിന്റ്സ് ഒരു ലെവൽ പോലെയാണ്. നമ്മൾ ഗെയിം കളിക്കുമ്പം ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനെ പല പല ലെവൽസ് ഉള്ള പോലെ ഇതിനകത്തും ലെവൽസ് ഉണ്ട്. സോ ഇത് സ്റ്റാർട്ടിങ് ഫ്രം ബ്രോൺസ് നമുക്ക് 500 പോയിന്റ് ഉണ്ട്. സോ അതിന് ഒരു വിന്നി കിട്ടുമ്പോൾ 8 പോയിന്റ് കൂടും. അങ്ങനെ കൂടി നമുക്ക് ഒരു ലെവലപ്പ് ആകാനുള്ള പോസിബിലിറ്റി അതിനകത്തുണ്ട്. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഒരു ഗെയിം കളിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ചുമ്മാ റാൻഡം ആയിട്ട് ട്രേഡ്സ് എടുക്കാനും പറ്റും. ഞാൻ അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. സോ എങ്ങനെ ഇത് വർക്കൗട്ട് ആകുന്നത്, എങ്ങനെ ഇത് ട്രേഡ് ചെയ്യാം, എങ്ങനെ ഇതിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. സോ ദ നെയിം ഓഫ് ദ വെബ്സൈറ്റ് ഈസ് Chart Champs. So let's get into it and see how this website works and എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാമെന്നും എങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് ട്രേഡിങ് ചെയ്യാമെന്നും നമുക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ചാർട്ട് ചാംപ്സ്. ഇതിനകത്താണ് നമുക്ക് ഫ്രീ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആസ് ഇറ്റ്സ് ഷോൺ ഇയർ, വേൾഡ്സ് ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ട്രേഡിംഗ് വ്യൂ ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അതിനകത്തായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആദ്യം വെബ്സൈറ്റിലേക്ക് വരിക, നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിം ഒക്കെ കൊടുക്കുക. ദാറ്റ്സ് ഓൾ വാട്ട് ടു ബി ഡൺ. ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് 1 vs 1 ആയിട്ട് ഓൺലൈൻ പ്ലേയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സോളോ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അധികം തന്നെ ഇത് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം ഇത് യൂസ്ഫുൾ ആയേക്കാം. അവർക്ക് നിങ്ങൾ ഓരോരുത്തരെ ട്രൈ ചെയ്യുന്ന പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് ട്രേഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് മെയിനായിട്ടും കോമ്പറ്റീറ്റീവ് രീതിയിലാണ് ഞാൻ ഇതിനകത്ത് ആക്ച്വലി ട്രേഡ്സ് എടുത്ത് നോക്കിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം 508 എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 500 ആയിരിക്കും. ഇത് ബ്രോൺസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് പയ്യെ കയറി വരും. നിങ്ങൾ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ റിയൽ മാച്ച് കളിക്കുമ്പം, റിയൽ ട്രേഡ് മാച്ച് കളിക്കുമ്പോൾ നിങ്ങളുടെ പോയിൻറ്റ് നിങ്ങളിപ്പോൾ വിൻ ചെയ്യുവാണെങ്കിൽ ഈ 8 പോയിൻറ്റ്സ് വെച്ചിട്ട് ഗ്രാജുവലി കയറി വരും. ഓരോ വിന്നിനും 8 പോയിൻറ്റ്സ് വെച്ച് കയറും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ലെവലിലെത്താം. ജസ്റ്റ് ഷോ യു മൈ ഹോം. ഇവിടെ ഉണ്ട്, ബ്രോൺസ് ആണ് റാങ്ക്. അടുത്ത റാങ്ക് സിൽവർ ആണ്. അത് എത്തണമെങ്കിൽ 92 പോയിൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്യണം. യെസ്, ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് എടുത്ത ട്രേഡ്സും ഞാൻ കോമ്പീറ്റ് ചെയ്തതൊക്കെ ഇവിടെയാണ്. സോ ഇതുണ്ട്, 8 പോയിൻറ്റ്സ് ആഡായി, വീണ്ടും 8 പോയിൻറ്റ്സ് ആഡായി, പിന്നെ ഞാൻ ഒരെണ്ണം തോറ്റുപോയി. സോ അത് 8 പോയിൻറ്റ്സ് നെഗറ്റീവായി. ഇത് സോളോ പ്രാക്ടീസ് ചെയ്തതാണ്. പിന്നെയും 8 പോയിൻറ്റ്സ് ആഡായി, പിന്നെ 8 പോയിൻറ്റ്സ് ആഡായി, പിന്നെ നെഗറ്റീവായി, പിന്നെ 8 പോയിൻറ്റ്സ് ആഡായി. സോ അങ്ങനെ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടിക്കൊണ്ട് വരാം.
സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ബ്രോൺസ് ഉണ്ട്, പിന്നെ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്, മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, ചാർട്ട് ചാമ്പ്യൻ. 2500+ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട് ചാമ്പ്യൻ ആവും. അങ്ങനെ റിവാർഡ്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് ടോപ്പായിട്ട് നിൽക്കാം, നിങ്ങളുടെ പേര് വരും. സോ ലീഡർ ബോർഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലീഡർ ബോർഡ് നിങ്ങൾക്ക് കാണാം. പുള്ളിയുടെ പോയിൻറ്റ് 6156 ആണ്. പുള്ളിയാണ് ചാർട്ട് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത്. എടുത്ത ട്രേഡ്സ് 1827 ട്രേഡ്സ് എടുത്തു, 9219 ട്രേഡ്സ് എടുത്തു. ഇത്രയും മാച്ചസ് കളിച്ചു. അങ്ങനെയാണ് പുള്ളി ടോപ്പിൽ നിൽക്കുന്നത്. ടോപ്പ് 25 ആൾക്കാരെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കും മേ ബി ഇതിനകത്ത് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ. സോ ഇഫ് യു ആർ ഇൻ ദ ലേണിംഗ് ഫേസ്, ഇത് ട്രൈ നോക്കാം, ഹെൽപ്ഫുൾ ആണ്. സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ബാക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഇതെങ്ങനെ കളിക്കുന്നത് കാണിക്കാം. ഇതിനകത്ത് ടൂർണമെൻറ്റ്സ് ഉണ്ട്, ഡെയിലി ചലഞ്ചസ് ഉണ്ട്. ടൂർണമെൻറ്റ്സ് ഇപ്പോൾ ഒന്നും ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ആക്റ്റീവ് ടൂർണമെൻറ്റ്സ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു ടൂർണമെൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഡെയിലി ചലഞ്ചസ് ഉണ്ട്. ഡെയിലി ചലഞ്ചസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒന്നും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ ദിവസത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഇവിടെ കാണാം. നിങ്ങളുടെ പേരും വേണമെങ്കിൽ ഇതിനകത്ത് വരും. നിങ്ങൾക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയെങ്കിൽ, നല്ല പോയിൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ 6 ട്രേഡ്സിനകത്തുനിന്ന് $32,000 എടുത്തിട്ടുണ്ട്. വിൻ റേറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എടുത്തേക്കുന്ന ഓരോ ട്രേഡ്സും അതിൻ്റെ ലോസസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം, ഓരോ ആൾക്കാരുടെ. ഇതിനകത്ത് എങ്ങനെ കളിക്കുന്നതെന്ന് വെച്ചാൽ പ്ലേ നിൽക്കുക. ഇവിടെ റാങ്ക്ഡ് മാച്ചസ് ഉണ്ട്. റാങ്ക്ഡ് മാച്ചസ് കളിച്ചാൽ മാത്രമേ ഇവിടെ പോയിൻറ്റ്സ് ആഡായി വരത്തുള്ളൂ. പ്രാക്ടീസ് മോഡിൽ പോയി കളിച്ചാൽ അത് വരത്തില്ല. പ്രാക്ടീസ് മോഡ് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോളോ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. സോ ഇതാണ്. ഇതിനകത്ത് ആദ്യം ഞാൻ പ്രാക്ടീസ് മോഡ് കാണിക്കാം, പിന്നെ നമുക്ക് റാങ്ക്ഡ് മാച്ചസ് പോയി ഒരു മാച്ച് കളിക്കാം. പിന്നെ നിങ്ങൾക്ക് കൂട്ടുകാരെല്ലാം അവൈലബിൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കാം. എന്നിട്ട് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഞാൻ റാങ്ക്ഡ് മാച്ചസും സോളോ പ്രാക്ടീസാണ് ചെയ്തിട്ടുള്ളത്. പ്രാക്ടീസ് മോഡിലേക്ക് ആദ്യം പോകും. പ്രാക്ടീസ് മോഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾസ് NQ ഉണ്ട്, പിന്നെ ബിറ്റ്കോയിൻ, ഇതേറിയം, ക്രിപ്റ്റോ ആയിട്ട്, പിന്നെ ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഗോൾഡും കുറച്ച് ഫോറക്സ് പേയേഴ്സും ഉണ്ട്. നമുക്കിവിടെ ഞാൻ ഗോൾഡ് എടുത്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ NQ എടുത്തിട്ടും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം ലിമിറ്റ് ആക്ച്വലി എത്ര നേരം നിങ്ങൾക്ക് അതിനകത്ത് സോളോ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. സോ 1 hour കൊടുത്താൽ 1 hour ആകുന്നിടം വരെ നിങ്ങൾക്ക് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു ടൈം ഫ്രെയിം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി ഇറങ്ങും. സോ നമുക്കിവിടെ ഒരു 15 മിനിറ്റ് കൊടുക്കാം. ഇനീഷ്യൽ ബാലൻസ് നിങ്ങൾക്കിവിടെ മാറ്റാം. 10K ഉണ്ട്, 25 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്. ഞാൻ 100 തന്നെ വെക്കുന്നുള്ളൂ. പിന്നെ മാക്സ് ഡ്രോ ഡൗണ് ഞാൻ 10% കൊടുക്കുകയാണ്. നമ്മുടെ പ്രോപ്പ് ഫോംസിലുള്ളതുപോലെ നമുക്ക് മാക്സ് ഡ്രോ ഡൗൺ ഞാൻ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോവും. സോ സ്റ്റാർട്ട് പ്രാക്ടീസ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 15 മിനിറ്റാണ് നമ്മൾ കൊടുത്തിരുന്നത്. സോ 15 മിനിറ്റിൻ്റെ ടൈമർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റ്സിന് മുന്നേ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഇത് ഈ 5000 എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് ആണ്. എത്ര റീപ്ലേ നമുക്ക് പോസിബിൾ ആണ്. ഇപ്പോൾ 1 മിനിറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ റീപ്ലേ നോക്കിയാൽ ഇവിടെ നോക്കിക്കോണം, ഈ ഒരു 0 എന്നുള്ള വാല്യൂ മാറിക്കൊണ്ടിരിക്കും. 1 2 3 4 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ 5 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇനി ഞാൻ ഈ റീപ്ലേ ഞെക്കിക്കഴിഞ്ഞാൽ 5 10 15 20 25 എന്ന് പറഞ്ഞാൽ പോകുന്നത്. ദാറ്റ് മീൻസ് ഓരോ മിനിറ്റുമാണ് ഇതിനകത്ത് കൗണ്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ 1 hour പോയി കഴിഞ്ഞാൽ 60 പോയിൻറ്റ്സ് വെച്ച് ഇത് മൂവ് ചെയ്ത് ശരിക്കും 5000 ലിമിറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല. 5000 റീപ്ലേ ലിമിറ്റ്സ്. സോ റീപ്ലേക്ക് ഇവിടെ ലിമിറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഞാനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞതെന്ന് പറയാനാണെങ്കിൽ, ആക്ച്വലി നിങ്ങൾക്ക് ഇന്ന ദിവസം പോയി ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന മാസം ഇന്ന ദിവസം പോയി ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. ഇവർ തരുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിപ്പം ഡേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല. ബട്ട് പ്രൈസ് 1500 ആണ്. എന്ന് വെച്ചാൽ 2 വർഷം ബാക്കിത്തെ ഡേറ്റയാണെന്ന് തോന്നുന്നു ഇത്. കാരണം നമുക്ക് 2000 നമ്മളിപ്പോൾ നിൽക്കുന്നത് 3000-ലാണ്. സോ ഓൾറെഡി ഇത് ഇത്രയും ലോവറായിട്ട് വരുമ്പോഴത്തേനും ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾ എടുക്കുമ്പം ഓരോ പ്രൈസ് ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ മന്തിൽ പോയി ട്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ അല്ല. അതാണ് ഇതിനകത്ത് ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ഓൾ ഗുഡ്. സോ ഇതിനകത്ത് 1 hour 4 hour ഡെയിലി ക്യാൻഡിൽ വരെ ഉണ്ട്. നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്തിട്ട് പോയി ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കാമെന്നാണ്. സോ ഈ 4 hour ഇവിടെ അടുത്ത് തന്നെ 3 നോക്കണം. സോ ഇവിടെ കാണാം 265 പോയിൻറ്റ്സ് ജമ്പ് ചെയ്തു.
2.5 ജമ്പ് ചെയ്തു. ഞാൻ 4 hourൽ ഒരു റീപ്ലൈ ഞെക്കിയതുകൊണ്ടാണ്. നൗ കമ്മിങ് ബാക്ക് ടു 1 hour, നമുക്കിവിടെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ബുള്ളിഷ് ആയിട്ടൊരു പ്രൈസ് എൻട്രി എടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറും സെറ്റ് ചെയ്യാം, മാർക്കറ്റിലും കയറാം. മാർക്കറ്റിൽ കയറണമെങ്കിൽ ഡയറക്റ്റ് ബൈ കൊടുത്താൽ മതി. സോ ഞാൻ 15 മിനിറ്റിലേക്ക് പോയി. ഇവിടെ ഒരു ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ലിമിറ്റ് ഓർഡർ ഇടാം. സോ ഇതിലേക്ക് കർസർ ഇവിടെ കൊണ്ട് വെക്കുക, എന്നിട്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഇപ്പം 1580 ആണ്. അവിടെ ഒരു ലിമിറ്റ് ഇടാം. എന്നിട്ട് ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് അനുസരിച്ചിട്ട് എൻട്രി എടുത്താൽ മതി. ഞാനിവിടെ ലോങ് എൻട്രി ആണ് എടുക്കുന്നത്. സോ ഐ എം സെറ്റിംഗ് എ ലിമിറ്റ് ഓർഡർ ദയർ. ഇനി 15 മിനിറ്റിൽ ഈ റീപ്ലൈ ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് കൂട്ടാവുന്നതാണ്. പിന്നെ ഇവിടെ എത്ര മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അതും ഇവിടെ കൊടുക്കാവുന്നതാണ്. ബട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാറിക്കൊണ്ടിരിക്കും, പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. സോ ഞാൻ 15 തന്നെ വെച്ചേക്കുവാണ്. ആൻഡ് വിൽ ഗോ വിത്ത് 2x സ്പീഡ്. അത് പ്ലേസ് ആയി, എൻട്രി പ്ലേസ് ആയിട്ടുണ്ട്. ഇനി എൻട്രി പ്ലേസ് ഞാൻ കുറച്ച് മുന്നേ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കിയായിരുന്നു, പക്ഷേ അത് ലിമിറ്റിൻ്റെ കൂടത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴത്തേനും പ്ലേസ് ആകുന്നില്ല. സോ ലിമിറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യുക, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ പൊസിഷൻസ് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സ്വിങ്ങിൻ്റെ അടിയിലേക്ക് സ്റ്റോപ്പ് വെക്കുകയാണ്. 1575.7 സ്റ്റോപ്പ് വെക്കുകയാണ്. സോ ദാറ്റ് അതവിടെ പ്ലേസ് ആയി. നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ഈ ഒരു ഹൈയിലേക്ക് വെക്കാം, 1590. സോ അതവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം, വർക്കാവുമോ ഇല്ലയോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഈ താഴെ കൂടെ പോകുന്നതാണ് ആക്ച്വലി ടൈം ലൈനകത്ത് ഇത് ന്യൂയോർക്കിൻ്റെ ടൈമാണ്, ഇന്ത്യൻ ടൈമിലല്ല ഇത് മൂവ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. ന്യൂയോർക്കിൻ്റെ ടൈം കിൽ സോണൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ICT കോൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കിൽ സോൺസ് ഉണ്ട്. അതിൻ്റെ ടൈമിങ് നിങ്ങൾ നോക്കിയിട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഈ റീപ്ലൈ ബട്ടൺ ഞെക്കി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ട്രേഡ്സ് എടുക്കാം. സോ ഞാനിവിടെ ടൈം ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് എൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോഴത്തേനും ഞാനത് എടുത്തതേ ഉള്ളൂ. വിൽ സി. സോ നമ്മുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണാം. ഇവിടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാം. ഇത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും കൂടും, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതൊക്കെ എല്ലാം കൂടുന്നതാണ്. സോ ഇത് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ലോട്ട് സൈസ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഞാൻ അതിനകത്ത് മാറ്റമൊന്നും വരുത്തുന്നില്ല. സോ ഇനി നമുക്കൊരു മാർക്കറ്റ് ഓർഡർ എടുത്ത് നോക്കാം. നമ്മൾ ലിമിറ്റാണ് ഇപ്പോൾ ഇട്ടത്. ഇനി മാർക്കറ്റ് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ 10 മിനിറ്റ്സോടെ ബാക്കിയുണ്ട്. ആൻഡ് 625 പോയിൻറ്റ്സ് ആയിട്ടുള്ളൂ. 5000 ഉണ്ട് ഇനിയും ബാക്കി. നമുക്കിനി ഹൈ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോവാം. ഇതവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുമോ നോക്കാം. ഇല്ല, അത് പിന്നെയും ബുള്ളിഷാണ്. ഈ ഒരു സ്ട്രക്ചറിനകത്തോട്ട് വരുമോ നോക്കാം. ഓക്കെ, ഐ എം ഇൻട്രസ്റ്റഡ് ദർ. ഞാൻ ഒരു ലോങ് എൻട്രി കൂടെ എടുക്കുവാണ്. ലിമിറ്റ് ക്ലോസ് ചെയ്തിട്ട് ലോങ് എൻട്രി എടുത്തു. സോ അവിടെ മാർക്കറ്റിൽ ഓർഡർ പ്ലേസ് ആയി. ഞാൻ സ്റ്റോപ്പ് ഇതിൻ്റെ അടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ വരിക, പൊസിഷൻസ് വന്നിട്ട് സ്റ്റോപ്പ് നോക്കുക. 1596.4 അത് പ്ലേസ് ചെയ്യുക. നമുക്കൊരു 1:2 എയിം ചെയ്യാം. സോ വിൽ കീപ്പ്, അല്ലെങ്കിൽ ഇതിൽ ഹൈ ഉണ്ടോ നോക്കുക. ഇനിയുള്ള ഹൈ ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഈ ഹൈയിലേക്ക് വെച്ച് നോക്കാം. 1623.4. സോ നമ്മുടെ സ്റ്റോപ്പ് അടിച്ചു, അത് നമ്മൾ ഇറക്കി വിട്ടു. സോ ഇതാണ്. ഇപ്പോൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതിൻ്റെ റിയലൈസ്ഡ് PNL ഇവിടെ കാണാം, അൺറിയലൈസ്ഡ് ഉണ്ടെങ്കിൽ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനൊരു ഷോർട്ട് എൻട്രി കൂടെ എടുക്കുകയാണ്. ഇതിവിടെ ആയിക്കഴിഞ്ഞാൽ ലിക്വിഡേറ്റ് ആവും. നിങ്ങളിപ്പോൾ എടുത്തേക്കുന്ന എൻട്രി അവിടെ ലിക്വിഡേറ്റ് ആവും. സോ അതിനനുസരിച്ച് സ്റ്റോപ്പ് സെറ്റ് ചെയ്യുക. ഞാൻ സ്റ്റോപ്പ്, ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പ്രോപ്പറായിട്ട്. അത് നിങ്ങൾ ലൈവ് മാർക്കറ്റ് വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ബാലൻസ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് റൂൾസ് വെക്കുക. ഇവിടെ 1601 സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. പ്ലേ ദി ട്രേഡ്. വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ഔട്ടാക്കി.
സോ ഇവിടെ നെറ്റ് P&L അല്ലെങ്കിൽ റിയലൈസ്ഡ് P&L വരുന്നത് 152 പോയിൻറ്റ് നെഗറ്റീവായിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കായിട്ട് സോളോ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. 1 hour നിങ്ങൾക്ക് ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ പോയി അനലൈസ് ചെയ്യാം. എൻ്റെ അനാലിസിസ് രണ്ടാമത് തെറ്റിയതുകൊണ്ടാണ് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. സോ അനലൈസ് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിമിൽ വരിക, പിന്നെ ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രേഡ് എടുക്കുക, എൻട്രീസ് എടുക്കുക, ഇത് റീപ്ലേസ് അങ്ങനെ മാനേജ് ചെയ്യുക. ഇപ്പോൾ 2000 ഓൾമോസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. സോ ഇതാണ് സോളോ പ്രാക്ടീസ് ചെയ്യുമ്പം. ഇനി നമുക്ക് ഒരു ഗെയിം കളിക്കാം, ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആയാലും ഉണ്ടോ എന്ന് നോക്കാം. സോ നമ്മുടെ സമയം ഇനി 7 മിനിറ്റ് ബാക്കിയുണ്ട്. ഞാനിവിടെ ഫിനിഷ് കൊടുക്കുകയാണ്. നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ഇറങ്ങാൻ പോവുക. സോ ഫിനിഷ് കൊടുത്തു, കൺഫേം കൊടുക്കുക. സോ ഇതിങ്ങനെ റിസൾട്ട് വരും. നമ്മൾ എത്ര ട്രേഡ് എടുത്തു, എത്ര വിൻ റേറ്റ് ഉണ്ട്, ഇനീഷ്യൽ ബാലൻസ് അല്ല ഫൈനൽ ബാലൻസ് എത്രയുണ്ട്, അതിൻ്റെ എത്ര നെഗറ്റീവ് ആയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റാങ്ക്ഡ് മാച്ച് കളിക്കാം. സോ പ്ലേയിൽ പോവുക, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ പ്ലേ പോവുക, റാങ്ക്ഡ് മാച്ച് കൊടുക്കുക. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര പ്ലേയേഴ്സ് ഇപ്പോൾ 38 പ്ലേയേഴ്സ് ഓൺലൈൻ ഉണ്ട്. സോ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. യെസ്, മാച്ച് ഫൗണ്ട് ആയിട്ടുണ്ട്. സോ ഇവിടെ ആനോൺ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ്. പുള്ളിക്ക് ആക്ച്വലി നെഗറ്റീവാണ്. ഇത് മെഡൽ, ഇത് ബ്രോൺസ് തന്നെയാണെന്ന് തോന്നുന്നു. പുള്ളി നെഗറ്റീവിലാണ് നിൽക്കുന്നത്. സോ 500 നിങ്ങൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുവാണെങ്കിൽ അത് 500 നെഗറ്റീവായിട്ട് പോകും. എനിക്കിപ്പോൾ 8 പോയിൻറ്റ്സ് അപ്പാണ്. സോ ഐ എം ഗോണ ട്രൈ സംതിങ് എൽസ്. സോ ഇതിൻ്റെ കേസിൽ നമുക്ക് ഇന്ന ചാർട്ട് വേണം അല്ലെങ്കിൽ ഇന്ന ഒരു പെയർ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇല്ല. നമ്മളിവിടെ NQ ആണ് ചെയ്യുന്നത്. ഇവിടെ ടൈമറുണ്ട്. 10 മിനിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. 10 മിനിറ്റ്സിൻ്റെ ഗെയിമാണ്. ഇവിടെയും 5000 പോയിൻറ്റ് 100K ഇനീഷ്യൽ ബാലൻസുമാണ്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് കുറച്ച് വേണമെങ്കിൽ ഇത് കൂട്ടാം. ഞാൻ ഡ്രോ ഡൗൺ 5% മാത്രമേ ഉള്ളൂ, അതും മനസ്സിൽ വെച്ചേക്കണം. 1 hourലേക്ക് വരിക. അവർ എടുക്കുന്ന ട്രേഡ്സ് ഇവിടെ കാണാം. പുള്ളിയും 0 ട്രേഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ബിയറിഷ് ആണ്. സെൻറ്റിമെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫിറ്റ് ചെയ്യാം. സോ പുള്ളിക്കൊരു വിൻ കിട്ടിയിട്ടുണ്ട്. 1 win 0 losses 100% കാണിക്കുന്നുണ്ട്. നമ്മൾ ട്രേഡ്സ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. സോ ഞാനൊരു ഷോർട്ട് എൻട്രി എടുക്കുകയാണ്. അതിന് മുന്നേ 1 hour ഒന്നുകൂടെ കൺഫേം ചെയ്തേക്കാം. ഞാൻ ഈ ലോയിലേക്ക് ടാർഗറ്റ് വെക്കാൻ പോവാം. സോ ഓപ്പണിങ് എ ഷോർട്ട് 15. ഈ ഹൈയിൽ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. അല്ല, ഈ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. 26,977 സ്റ്റോപ്പ് ലോസ്. ആൻഡ് ഈ ലോയിലേക്ക് 26,843 ടേക്ക് പ്രോഫിറ്റ് വെച്ചു. വി ആർ ഗോണ പ്ലേ ദ ട്രേഡ്. യെസ്, അത് നമ്മൾ TP അടിച്ചു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 win എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ 100% ആണ്. പുള്ളി 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എത്രയും ട്രേഡ് എടുക്കുന്നു എന്നുള്ളതല്ല, ആരാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള ഫാക്ടറിലാണ് നമുക്കിവിടെ ആക്ച്വലി നമ്മൾ വിൻ ചെയ്യുമോ ലൂസ് ചെയ്യുമോ എന്ന് തീരുമാനിക്കുന്നത്. We are going to look for another trade. ഇതിപ്പം ഇൻവേർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഐ എം ഗോയിങ് ഫോർ എ ലോങ് ഹിയർ. SLൻ്റെ ഈ ലോയിൽ, ഈ ബോർഡിൽ ലോയിൽ വെച്ചാൽ തോന്നുന്നു. അല്ല, ഈ ലോയിൽ വെക്കാം. സോ 26,818 ടേക്ക് പ്രോഫിറ്റ്. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് ഈ ഹൈയിൽ വെക്കാം. 26. 2700 വെക്കാം. 27,000 വെക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര നിങ്ങൾ ലൂസ് ചെയ്യുന്നതെന്നും കാണാം, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്നും കാണാം. സോ നമ്മൾ ക്ലിക്ക് പ്ലേ അഗെയിൻ. നമ്മൾ അടിച്ചു. മിക്കവാറും നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചാണ്. സോ അല്ല, $500 400 കാണിച്ചത്. പിന്നെ $519 അവിടെ പോയിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബിയറിഷ് മാർക്കറ്റ്. സോ ഇത് ആക്ച്വലി ടൈമിംഗ് ആണ്. ഇവിടെ 9:30 ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ. ഞാനത് ശ്രദ്ധിച്ചില്ല. 9:30 മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. വി ഷുഡ് ഹാവ് വെയിറ്റഡ് എ ലിറ്റിൽ മോർ.
നോക്കാം. 15 മിനിറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 1 മിനിറ്റിലേക്ക് പോയിട്ട് ഗോയിങ് ഫോർ എ ലോങ് അഗെയിൻ. ഞാൻ ഇപ്രാവശ്യം സ്റ്റോപ്പ് ഇതിനിടയിലേക്ക് വെക്കുന്നുള്ളൂ. 26:6:10 എൻ്റെ പ്ലേ നോക്കാം. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ടേക്ക് പ്രോഫിറ്റ് ഒന്നും സെറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ജസ്റ്റ് എവിടെയാണോ അവിടെ നിന്ന് ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളെ ഇറക്കി വിടും. സോ ഇറക്കി വിട്ടു. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഇപ്പം ഇത്രയും മതി, എനിക്ക് ഇനി ട്രേഡ് എടുക്കണമെന്ന് താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളി ഇനി നമുക്കൊരു 5 മിനിറ്റ് ബാക്കിയുണ്ട്. സോ ആ പുള്ളി തീരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പുള്ളിക്ക് ഓക്കെയാണ് ഫിനിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ പുള്ളിക്കും ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരാണ് അതിനകത്ത് വിൻ ചെയ്യുന്നത് അവരായിരിക്കും അതിനകത്ത് പോയിൻറ്റ്സ് കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് അവരിപ്പം ഷോർട്ട് ട്രേഡ് എടുക്കാം. സോ അത്രയും മതി. നമ്മൾ പ്രോഫിറ്റിലാണ്. ഇതങ്ങ് ക്ലോസ് ചെയ്യുക. വിന്നാണ്. അടുത്ത വിൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് മെയിൻ ഇഷ്യൂ ഇങ്ങനെയാണ്. നമ്മളിപ്പം അത് വാച്ച് ചെയ്തിട്ട് തുരുതുരാന്ന് നമ്മൾ ട്രേഡ് എടുത്തേച്ചിരിക്കും. ചിലപ്പം നല്ല സെറ്റപ്പ് അല്ലേ പോലും അതിനകത്ത് കയറും വിൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഫോൾട്ടും കൂടെ ഇതിനകത്തുണ്ട് നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കുമ്പോഴത്തേനും. സോ അത് നമ്മുടെ ഡിസിപ്ലിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. സോ റിയൽ മാർക്കറ്റിൽ കയറുമ്പോൾ ഇതേ ഒരു മൈൻഡ് സെറ്റോടുകൂടി കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിൽ പോയിട്ട് മാർക്കറ്റിൽ എൻട്രി എടുക്കല്ലേ. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. എത്രത്തോളം നമ്മൾ അഗ്രസീവായിട്ട് ഇന്ന റൂൾ സെറ്റ് ചെയ്യുക. എനിക്ക് 2 ട്രേഡ്സേ ഉള്ളൂ. സോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് എത്ര ട്രേഡ്സ് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ആ ട്രേഡ്സിൽ കൂടുതൽ എടുക്കല്ല്. ആൻഡ് ഡോണ്ട് ഓവർ ട്രേഡ് ഓർ റിവെഞ്ച്. ഇതിനകത്ത് ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ അഗ്രസീവായിട്ട് കയറുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല ട്രേഡ് എടുക്കാറ്. സോ ഈ ജസ്റ്റ് ഡിസ്പ്ലേക്കായിട്ട് വേണ്ടി കാണിക്കുന്നതാണ്. സോ ആ പുള്ളിക്ക് 4 ലോസും അല്ല നമ്മളെ സെയിം ആണ്. 3 ലോസും 2 വിന്നും കിട്ടിയിട്ടുണ്ട്. I'm gonna take one more trade. I'm gonna go short again. അത് അടിച്ചു പോയി. നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോയി. സോ ഉണ്ടാക്കിയ റിയലൈസ് PNL ഫുള്ള് പോയി. സോ നൗ വി ആർ നെഗറ്റീവായി 1224. നമുക്ക് നോക്കാം പുള്ളി നമ്മളെക്കാളും കൂടുതൽ ലോസ് അടിച്ചിട്ടുണ്ടോ നോക്കാം. വി ആർ അറ്റ് ദ സെയിം ട്രേഡ്സ് ആൻഡ് സെയിം ലോസസ്. ആരാണ് അഗ്രസീവായിട്ട് പോയെന്ന് അറിയില്ല. പുള്ളിയുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പുള്ളിയുടെ റിയലൈസ് PNL നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. സോ 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഐ ഗോ ഫോർ വൺ മോർ ട്രേഡ്. ഞാൻ ഷോർട്ട് എൻട്രിയാണ് നോക്കുന്നത്. 15 മിനിറ്റ് കൂടെ ഉള്ളൂ. എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഐം ജസ്റ്റ് ഗോണ സിറ്റ് ഔട്ട്. ഇനി ട്രേഡ്സ് എടുക്കുന്നില്ല. 10 സെക്കൻഡേ ഉള്ളൂ. ഐം നോട്ട് ഗോയിങ് ടു ടേക്ക് ട്രേഡ്. സോ അത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി കാണാം ആര് ജയിച്ചു ആര് തോറ്റെന്നുള്ള കാര്യം. എനിക്ക് വിൻ റേറ്റ് ഉണ്ട്. പക്ഷേ റിയലൈസ് PNL ആക്ച്വലി എനിക്ക് എനിക്ക് $1000 നെഗറ്റീവാണ്. സോ ഞാൻ അവിടെ ജയിച്ചത്. പുള്ളിയുടെ റിയലൈസ് PNL 1588 ആണ്. സോ എന്നേക്കാൾ നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്കവിടെ പോയിന്റ് കിട്ടി. സോ ഇവിടെ കാണാം 508 ആയിരുന്നിട്ടുള്ളത് 516 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഐ ജസ്റ്റ് ഗ്രാബ്ഡ് അനദർ വിൻ. പക്ഷേ നല്ല ട്രേഡ്സ് ആയിരുന്നില്ല. അത് ഞാൻ വീണ്ടും പറയുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് 2-3 ക്വാളിറ്റി സെറ്റപ്സ് മാത്രം എടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ ലോട്ട് സൈസ് ഇച്ചിരി കൂടുതലായിരിക്കും. ക്വാളിറ്റി സെറ്റപ്സ് മാത്രം നോക്കിയിട്ട് അതിനനുസരിച്ച് അനലൈസ് ചെയ്തിട്ട് എടുക്കുക. എൻ്റെ ഒരു സ്കീം വെച്ചിട്ട് ഞാൻ ആക്ച്വലി സിൽവറും ഗോൾഡും വാച്ച് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ്സ് എടുക്കാറ്. കോറിലേഷൻസ് നോക്കിയിട്ട് പിന്നെ ഡോളറിൻ്റെ മൂവ്മെൻറ്റോടെ നോക്കിയിട്ടാണ്. സോ എനിക്ക് ബാക്ക് ടെസ്റ്റിംഗ് ഇങ്ങനെ പോസിബിൾ അല്ല. സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനോ അങ്ങനെയൊന്നും പോസിബിൾ അല്ല. ജസ്റ്റ് എൻ്റെ എൻട്രീസ് ചെക്ക് ലിസ്റ്റ് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് മാത്രമേ ഇതിനകത്ത് നോക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് SMT നോക്കാനോ കോറിലേഷൻ ഡോളറിൻ്റെ കോറിലേഷൻ നോക്കാനോ ഒന്നും പറ്റുന്നില്ല. സോ എൻ്റെ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടല്ല ബാക്ക് ടെസ്റ്റ് പോയത്. ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വെബ്സൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കും കോമ്പീറ്റ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ സെറ്റപ്സിനെ
കുറച്ചുകൂടെ റിഫൈൻ ചെയ്തെടുക്കാനൊക്കെ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എനിക്കിവിടെ വീണ്ടും പോയിൻ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണാം. ഇവിടെ സ്ട്രാറ്റജി ഒന്നും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും ഇവിടെ ഡിസ്പ്ലേഡ് അല്ല. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ആദ്യം 24 വരെ എത്തിയിട്ടുണ്ട്. 24 പോയിൻറ്റ്സ് വരെ ഞാൻ ഗ്രാബ് ചെയ്തായിരുന്നു. അതൊന്ന് ഇറങ്ങി വന്നതാണ്. വീണ്ടും 8 പോയിൻറ്റ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എടുത്ത ട്രേഡ്സ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം, ടോപ്പ് വരാൻ നോക്കാം, ചാർട്ട് ചാമ്പ്യൻ ആകാൻ പറ്റും. 2500+ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചാർട്ട് ചാമ്പ്യൻ ആവും. സോ ഇതൊക്കെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാനും നല്ലതാണ്. കുറച്ചുകൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ഓവറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇനി പോകാൻ പ്ലാൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് ടൂർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ വെബ്സൈറ്റ് ഇപ്പം റിലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനകത്ത് ചെയ്യാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദാറ്റ്. സോ നിങ്ങൾക്ക് വന്ന് റാങ്ക്ഡ് മാച്ചസോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ സോളോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. 1 hour വന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇത് മാറ്റി 1 hour കൊടുത്തു കഴിഞ്ഞാൽ ഏത് പേരാണ് വേണ്ടത് അതനുസരിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പേര് ഇതിനകത്ത് ഇല്ലായിരിക്കും, ബട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഏത് പേരിനകത്ത് വേണമെങ്കിലും വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതായിട്ട് മെയിനായിട്ടുള്ള പേഴ്സ് ഒക്കെയാണ് NQs, ബിറ്റ്കോയിന്, ക്രിപ്റ്റോ ചെയ്യാം, ഫോറക്സ് ചെയ്യാം, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. സോ ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ആഡ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും പഠിക്കാൻ പറ്റും, എനിക്കും അറിയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ ഹോപ്പ് യു ഗോട്ട് സം ഇൻസൈറ്റ്സ്. ആൻഡ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. Thank you for watching. Bye.